സല്യൂട്ട് സുഹൃത്തുക്കളെ, സല്യൂട്ട് സല്യൂട്ട് സല്യൂട്ട്. 4 വട്ടം സല്യൂട്ട്. അറപ്പ് തോന്നിക്കുന്ന ഒരു വഷളൻ ചിരിയും അതിനൊപ്പം. സേനകളിലൊക്കെ സല്യൂട്ട് പഠിപ്പിക്കുമ്പോൾ തെറ്റായി സല്യൂട്ട് ചെയ്യുന്നവരെ കൊണ്ട് ആവർത്തിച്ച് സല്യൂട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. റാങ്കിൽ ഉയർന്ന ഓഫീസർമാരെ സല്യൂട്ട് ചെയ്യാത്തവരെ കൊണ്ട് ശിക്ഷയായും കുറേ സല്യൂട്ടൊക്കെ ചെയ്യിപ്പിക്കും. ഇതിലേത് വിഭാഗത്തിൽപ്പെടും ശ്രീലേഖയുടെ ഈ കസർത്ത്? 33 കൊല്ലം IPS പദവിയിലിരുന്ന് DGP ആയി വിരമിച്ച ആളിൻ്റെ ഈ സല്യൂട്ട് എന്ന മഹനീയ ബഹുമാന പ്രകടനത്തെ അപമാനിക്കലാണ്. എന്തൊരു IPS! ഏതോ ഒരാൾ ചെയ്ത ഒരു വീഡിയോ കുറെ ഷെയർ ചെയ്തത്. ഏതോ ഒരാൾ അല്ല ശ്രീലേഖ, അത് ഞാൻ തന്നെയാണ്, ജോർജ് പുല്ലാട്ട്. 2 കാര്യങ്ങള് പറയാനുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഇരുന്നു കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നു. രണ്ടാമത്തേത്, ഏതോ ഒരാൾ ഇട്ട വീഡിയോയിന് ഞാൻ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നുള്ളതിന്റെ. എൻ്റെ വീഡിയോയിൽ സല്യൂട്ടിനെ പറ്റി ഞാൻ 1/2 മിനിറ്റ് പോലും പറഞ്ഞിട്ടില്ല. നമസ്കാരം എന്നതിന് പകരം സല്യൂട്ട് എന്ന് പറഞ്ഞതായി വെച്ചേക്കാം എന്ന് ഞാനത് നിസ്സാരമാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടാണ് നിങ്ങൾ സല്യൂട്ടിൻ്റെ ചരിത്രം മാത്രം വലിച്ചു നീട്ടി 6.5 മിനിറ്റ് വാചകമടിക്കുന്നത്. എന്നാൽ പേഴ്സിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയത് സംബന്ധിച്ച് ഞാൻ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും ഉത്തരമില്ലതാണ്. അവയ്ക്ക് ന്യായയുക്തമായ ഉത്തരം തരാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള വീഡിയോ അല്ല. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ ചോദിച്ചു, അങ്ങ് മറുപടി പറഞ്ഞേരെ, അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന്. നിങ്ങൾ വീണ്ടും കോമാളിയാകുന്നത് കാണാൻ അവർ ഒരു പണി തന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? സത്യത്തിൽ അവർ കുരങ്ങിനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുകയാണ് ചെയ്തത്. എന്റെ 117-ാം എപ്പിസോഡ് എന്ന് പറയുന്ന 1.5 വർഷം മുമ്പ് ഞാൻ ഇട്ടതാണ്. ആ സമയത്ത് ചോദിക്കാത്ത ചോദ്യങ്ങൾ, ആ സമയത്ത് അതിനെതിരെ പറയാത്ത ആൾക്കാര് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പൊ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് സംഭവം, ഇതാണ് കാര്യം എന്ന് പറയുന്നതിൽ എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ജ്ഞാനമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ശ്രീലേഖ എന്തെങ്കിലും പറയുന്നുണ്ടോ എഴുതുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ മറുപടി തരാൻ 1.5 വർഷം മുമ്പ് വന്ന നിങ്ങളുടെ വീഡിയോ 2 മാസത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് 2024 ജനുവരി 6, 7, 8, 9 തീയതികളിൽ 4 അധ്യായങ്ങളിലായി ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം. അതിലെഴുതിയ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോൾ പുതിയതായി എടുത്തുകൊണ്ട് വന്നതല്ല, മനസ്സിലായോ? ഇനി നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യം എടുക്കാം. 2011 ജൂലൈയിലാണല്ലോ പേഴ്സിക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തത്. 2016 ആ കേസ് കോടതി തള്ളി. പിന്നെയാണ് പേഴ്സി മാനനഷ്ട കേസ് കൊടുക്കുന്നത്. 2019 ഒക്ടോബറിൽ പോലീസ് നഷ്ടപരിഹാരം